ഒരു റെഡി ടു സെറ്റിംഗ് ഔട്ട് ഡ്രോയിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് സെറ്റിംഗ് ഔട്ട്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുറ്റിയടി തന്നെ. ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ എലവേഷൻ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ വീട് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സാങ്ഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കുറ്റിയടി എന്ന് പറയുന്നത്. നമ്മൾ പേപ്പറിലും കമ്പ്യൂട്ടറിലും ഒക്കെ വരച്ച് വെച്ച നമ്മുടെ പ്ലാൻ, അത് നമുക്ക് നമ്മുടെ എക്സ്കവേഷൻ, എർത്ത് വർക്ക് എക്സ്കവേഷനിലേക്ക് നമ്മളുടെ ഫൗണ്ടേഷൻ പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കിംഗ് ഗ്രൗണ്ടിൽ നടത്തണം. അതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത്. പ്രൊഫഷണലി നമ്മൾ അതിനെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറ്റ് വരാത്ത ഒരു റെഡി ടു സെറ്റിംഗ് ഔട്ട് പ്ലാൻ നമ്മൾ ഓഫീസിൽ നിന്ന് തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ വീടിൻ്റെ സെറ്റിംഗ് ഔട്ട് ഡ്രോയിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വീട് നമ്മൾ ക്ലയൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ അനുസരിച്ചിട്ടുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു സാങ്ഷൻ ഡ്രോയിങ് കൂടി പ്രിപ്പയർ ചെയ്ത് സാങ്ഷൻ കൊടുത്ത് സാങ്ഷനൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു പ്ലാൻ വെച്ച് മാത്രം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിംഗ് നമുക്ക് പണിയാൻ സാധിക്കില്ല. പകരം നമ്മൾ എന്ത് വേണം? അതിൻ്റെ ഒരു വർക്കിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന മറ്റൊരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കണം. അപ്പോൾ വർക്കിംഗ് ഡ്രോയിങ് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഒന്ന് വർക്കിംഗ് ഡ്രോയിങ് രീതിയിൽ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഔട്ടർ ലൈനുകളും ഔട്ടർ അളവുകളും ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രോയിങ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഫർണിച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു വർക്കിംഗ് ഡ്രോയിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഫർണിച്ചേഴ്സ് കാണിക്കാതെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെറ്റിംഗ് ഔട്ട് ഡ്രോയിങ് നമ്മൾ ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ വാളിൻ്റെ സെൻട്രൽ ലൈൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാളിൻ്റെ സെൻട്രൽ ലൈൻ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ഗ്രിഡാക്കി മാറ്റും. വെർട്ടിക്കൽ ഗ്രിഡും ഹൊറിസോണ്ടൽ ഗ്രിഡുമായിട്ട് മാറ്റും. അങ്ങനെ വെർട്ടിക്കലിനും ഹൊറിസോണ്ടലിനും ABCD 1 2 3 എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടമുള്ളൊരു നൊട്ടേഷൻസ് കൊടുക്കും. അപ്പോൾ ഈ ഗ്രിഡ് ഉണ്ടാക്കിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏത് റെക്റ്റാങ്കിളാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ലൈനാണ് നമുക്ക് ആദ്യം അടിക്കേണ്ടത്, ആ ലൈനിനെ ബേസ് ചെയ്ത് തൊട്ടടുത്ത ലൈൻ നമുക്ക് അടിച്ചു കൊണ്ടുപോകാൻ, നമുക്ക് കുറ്റിയടിച്ച് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഗ്രിഡ് ആയിട്ട് പ്ലാൻ തയ്യാറാക്കലാണ് നമുക്ക് സൈറ്റിൽ ഉപയോഗിക്കാൻ എപ്പോഴും നല്ലത്. പക്ഷേ ഈ സെൻട്രൽ ലൈൻ, വാൾ സെൻട്രൽ ലൈൻ്റെ ഒരു കുഴപ്പം, ഈ വാളിൻ്റെ സെൻട്രൽ ലൈൻ ആയിരിക്കില്ല എപ്പോഴും ഫൗണ്ടേഷൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ബേസ്മെൻറ്റിൻ്റെ സെൻട്രൽ ലൈൻ ഡ്രോയിങ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബേസ്മെൻറ്റ് സെൻട്രൽ ലൈൻ ഡ്രോയിങ് അല്ല, ബേസ്മെൻറ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നത് നമ്മുടെ വാളിൻ്റെ സെൻട്രൽ ലൈനാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ഭിത്തികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ബേസ്മെൻറ്റിൻ്റെ സെൻട്രൽ ലൈനിൽ കൂടെ തന്നെയാണ് നമ്മുടെ വാളിൻ്റെ സെൻട്രൽ ലൈൻ പോയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ഔട്ടർ വാളുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ സെൻട്രൽ കൂടെ അല്ല വാളിൻ്റെ സെൻട്രൽ ലൈൻ പോയിട്ടുള്ളത്. അവിടെ ചിലപ്പോൾ ഒരു പാതകം ഉണ്ടാകും, അല്ലെങ്കിൽ ചില ആളുകൾ പുറത്തോട് ഫ്ലഷ് ചെയ്തിട്ടാണ് വെക്കുക. നമുക്ക് ലോഡ് എപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അത് സെൻട്രൽ വരുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നമുക്ക് അതിലൊരു ഭംഗിയൊക്കെ നോക്കുമ്പോൾ ഈ പുറത്തുള്ള ചുമര് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ് ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കും. അതിങ്ങനെ ഒരുപാട് സെൻട്രലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പുറത്തേക്ക് നിൽക്കുന്നത് ഒരു വൃത്തികേടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ചെറിയ പാതകം 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാതകമൊക്കെയാണ് നമ്മൾ സാധാരണ വയ്ക്കാറ്. ചില ആളുകൾ ഇപ്പോൾ ഫ്ലഷ് ആയിട്ടാണ് പണിയുന്നത്. ചില ആർക്കിടെക്ട്സ് തീരുമാനിക്കുന്നത് ബേസ്മെൻറ്റ് തിരിച്ചറിയേണ്ടതില്ല, അത് നമ്മുടെ വാൾ ലൈനിൽ തന്നെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തത് അതിൻ്റെ ഫൗണ്ടേഷൻ ലേഔട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ ലേഔട്ടിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ 60 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ ഡെപ്ത് ഉള്ള ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ സാധാരണയായിട്ട് പ്രപ്പോസ് ചെയ്യാറ്. അങ്ങനെ ഇതിൻ്റെ ഒരു 60 സെൻറ്റിമീറ്ററിൻ്റെ സെൻട്രൽ ലൈനിലൂടെ നമുക്ക് നമ്മുടെ വാളിൻ്റെ സെൻട്രൽ ലൈൻ ഈ നടുഭാഗത്തൊക്കെയുള്ള വാളിൻ്റെ സെൻട്രലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പോവുക. പക്ഷേ ഔട്ടർ ലൈൻ ഒരിക്കലും അങ്ങനെയല്ല പോവുക, അത് അതിൻ്റെ ഒരു മാറ്റത്തിലാണ് പോവുക. അപ്പോൾ നമ്മൾ ഈ വാളിൻ്റെ സെൻട്രൽ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കുറ്റിയടിച്ചത് എന്നുണ്ടെങ്കിൽ, പിന്നീട് നമുക്ക് ഈ ഫൗണ്ടേഷൻ ലൈൻ വെക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഔട്ടർ ലൈനാണോ ഇന്നർ ലൈനാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുകയും അത് നമ്മൾ വെച്ച് കൊടുക്കുന്ന അളവ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഞാനും പണ്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത്, വാളിൻ്റെ സെൻട്രൽ ലൈൻ വെച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയം ലാഭിക്കാനായി ഒരു ഡ്രോയിങ് കൂടി കൂടുതലായി നമ്മൾ ഓഫീസിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫൗണ്ടേഷൻ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ സെൻട്രൽ ലൈൻ ഗ്രിഡ് ലേഔട്ട് എന്ന് നമ്മൾ പറയുന്നത്. പുതുതായിട്ട് നമ്മൾ വരച്ചിട്ടുള്ള ഡ്രോയിങ്ങിൽ ഒരു യെല്ലോ കളർ സെൻട്രൽ ലൈനാണ് നമ്മൾ കാണുക. ആ സെൻട്രൽ ലൈൻ ഒരിക്കലും മറ്റേ വാളിൻ്റെ സെൻട്രൽ ലൈൻ അല്ല, അത് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഫൗണ്ടേഷൻ്റെ സെൻട്രൽ ലൈനാണ്. അങ്ങനെ ഫൗണ്ടേഷൻ്റെ സെൻട്രൽ ലൈൻ വരച്ചിട്ട് ആ ഫൗണ്ടേഷൻ ഡ്രോയിങ് കൊണ്ടുപോയി നമ്മുടെ സൈറ്റിൽ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യുക. അങ്ങനെ സൈറ്റിൽ പൊസിഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റ് ബാക്കുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക, അത് ക്രോസ് ചെക്ക് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ എക്സ്കവേഷൻ ടീം വരുമ്പോൾ അവരോട് പറയുക, ഇതാണ് സെൻട്രൽ ലൈൻ, ഇതിന് കണക്കാക്കി നിങ്ങൾ
എക്സ്കവേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കഴിവുള്ള ഓപ്പറേറ്ററാണ് എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ ഒരു എക്സ്കവേഷൻ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു സെറ്റിംഗ് ഔട്ട് പ്ലാൻ, ഫൗണ്ടേഷൻ സെൻട്രൽ ലൈൻ ഗ്രിഡ് ഉപയോഗിച്ച് നമ്മളൊരു സെറ്റിംഗ് ഔട്ട് പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യമുള്ള ലൈനുകൾ മാത്രം, ആവശ്യമുള്ള ഗ്രിഡുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുക. പ്ലസ് വളരെ പെട്ടെന്ന് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്ത് എക്സ്കവേഷൻ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു പ്രോജക്റ്റിനെ നമുക്ക് ആരംഭിക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം മാത്രം നമ്മളതിന് വേണ്ടി ചെലവഴിച്ചാൽ മതിയാവും. അത് അന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് അടുത്ത റബിൾ വർക്ക് ടീമിനെ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു റെഡി ടു സെറ്റിംഗ് ഔട്ട് ഡ്രോയിങ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എല്ലാവർക്കും നന്ദി.